പേരേതാ? ഖുർആൻ. മുസാഫ്. മുസാഫ് എന്നൊന്നും ഖുർആനകത്തൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച പേരാണ് മുസാഫ്. അതൊരു ഏടാണ്. അത് ഏട് എന്നാണ് നമ്മൾ അതിനറിയപ്പെടുന്നത്. ഏട് എന്നാണ് നമ്മൾ അതിന് പറയുക. അല്ലാതെ നമ്മൾ മുസാഫ് മുസാഫ് എന്ന് പറഞ്ഞാൽ അതും ഒരു രണ്ട് ബൈൻഡൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഒരു കിതാബ് നമ്മൾ പൊതിഞ്ഞൊരു പുസ്തകം വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ലാതെ അതിനകത്ത് ഖുർആനിൻ്റെ മറുപടിയാണ് നമുക്ക് വേണ്ടത്. ഖുർആനിൻ്റെ പേര് ഖുർആൻ തന്നെ പറയണം. അള്ളാന്റെ കലാമിന് പേരിടേണ്ടത് അള്ളാണ്, നമ്മളല്ലല്ലോ. അല്ലേ? ഞാനിപ്പോൾ ഒരു വീട് വെച്ചാൽ ഈ വീടിന് പേരിടേണ്ടത് ഞാനാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് പേരിടേണ്ടത് ഞാനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ തന്തമാർ നേരെ ഉസ്താദിനെ വിളിച്ചു ചോദിക്കും, ഉസ്താദെ എൻ്റെ കുട്ടിക്കൊരു പേരിടണം. ഉണ്ടാക്കിയവനാണ് ഇടേണ്ടത്, കുട്ടി ഉണ്ടാക്കിയവനാണ് പേരിടേണ്ടത്. അതല്ലാതെ വേറെ ആളുടെ ചോദിക്കും. അത് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് അതിനുള്ള അറിവില്ല. ശരിയല്ലേ? അതിനുള്ള അറിവ് എനിക്കില്ല. അപ്പൊ അറിവ് ഉണ്ടാക്കിയെടുക്കണ്ടേ? ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വാങ്ക് വിളിക്കേണ്ടത് ആരാണ്? വാപ്പ വാങ്ക് വിളിക്കണം. വാപ്പയുടെ വാങ്ക് വിളിക്കണം, അല്ലെ ഉമ്മ വിളിക്കണം. പക്ഷെ നമ്മൾ ആ സമയത്ത് ആരെ വിളിക്കും? നമ്മൾ മുക്രിയെ വിളിക്കാൻ പോകും. നമ്മൾ പെട്ടെന്ന് ഒരു ഓട്ടോ എടുത്ത് ബൈക്ക് എടുത്തിട്ട് തൊട്ടടുത്ത പള്ളിയിലെ സറാമ്പിയില് അവിടെ പോയിട്ട് ഒരു നിസ്കാര പള്ളിയിൽ ആ മുക്രിയെ വിളിച്ചുകൊണ്ട് എൻ്റെ വൈഫ് പ്രസവിച്ച്, ഉസ്താദെ ഒന്ന് പെട്ടെന്നൊന്ന് വരണം, ഒന്ന് വാങ്ക് വിളിക്കണം ഉസ്താദെ. പ്രസവിച്ച് 40 മിനിറ്റ് 50 മിനിറ്റ് ആയിക്കാണ്, അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ടുണ്ടാവും. ആ കുട്ടി ദുനിയാവിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി പിന്നെ കേൾക്കുന്നത് എന്താണ്? അവസാനമാണ് കേൾക്കുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിന് മുമ്പ് ദുനിയാവിൻ്റെ സംസാരം എല്ലാം കേട്ടു. കാരണം എന്ത്? വാപ്പക്കറിവില്ല. വാപ്പക്കറിവില്ല. ഒരു ബാങ്ക് വിളിക്കാനുള്ള അറിവ് വാപ്പാക്കില്ല. ശരിയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന മറുപടി നിങ്ങൾ തരണം. ഇത് ക്ലാസ്സാണ്, ഇത് വാളല്ല. ഇത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. ഉറങ്ങുന്ന ആളുടെ ഷർട്ടിൻ്റെ കളർ വെച്ച് ഞാൻ വിളിച്ചു പറയും. ഇത് കേൾക്കാനാണ്. നമുക്ക് കുറഞ്ഞ സമയം 1-2 മണിക്കൂർ സമയം നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കാനാണ്. ഇത് ഖുർആനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാക്കാനാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയണം, തെറ്റാണെങ്കിൽ തെറ്റെന്ന് നിങ്ങൾ പറയണം. കേവലം നമ്മുടെ കുട്ടിക്ക് നമുക്ക് ബാങ്ക് വിളിക്കാൻ അറിയില്ലെങ്കിൽ അത് പഠിക്കണ്ടേ നമുക്ക്? ഇനി എന്നാ പഠിക്കുക? എന്നാണ് നമ്മൾ പഠിക്കുക? ഒരു ബാങ്ക് വിളിക്കാൻ. നമ്മുടെ ഭാര്യ പ്രസവിച്ചു, ആ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഭാര്യയ്ക്ക് പ്രസവ സമയമാകുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുള്ള ദുആകൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു ഉസ്താദിനെ കണ്ടിട്ട്, ഉസ്താദ് എൻ്റെ ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകണം എന്തെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം വലിയ വെറ്റിലയിൽ എഴുതി തരും, അല്ലെങ്കിൽ പുകയിലയിൽ എഴുതി തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി തരും. എന്നിട്ട് ഇത് ചുരുട്ടി കൂട്ടി കൊണ്ട് കൊടുക്കുക, അവൾ തിന്നട്ടെ, അല്ലെങ്കിൽ വയറ്റിൽ കൊണ്ടുവയ്ക്കുക. ഇതൊക്കെയാണ് അവർ പറയുക. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഒരു ഗർഭിണിയായ പെണ്ണ്, അവൾ എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക്, അവര് ഗർഭിണിയായിരുന്ന സമയത്ത് ഫാത്തിമ ബീവിയോട് എന്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കണ്ടേ? അതിന് നമ്മൾ ആരെയെ സമീപിക്കുന്നത്? ഉസ്താദിനെയാണ്. അപ്പൊ കുട്ടി പ്രസവിച്ചാൽ ഉസ്താദ്, പ്രസവിക്കുന്നതിന് മുമ്പ് ഉസ്താദ്, ഗർഭിണി ആയില്ലെങ്കിൽ ഉസ്താദിനെ വിളിച്ച് ദുആ. ഗർഭിണി ആയ ഉസ്താദെ അന്നേരം ദുആ ചെയ്യണം. കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ഉസ്താദ്, തലാക്ക് ചൊല്ലിക്കണം ഉസ്താദ്. ഇതെല്ലാം ഉസ്താദ്. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ ഹബീബേ? പഠിക്കണോ വേണ്ട? ഇതെന്നാ പഠിക്കുക? ഖബറിപ്പോ സമയമായി. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഖുർആനിന് എത്ര പേരുണ്ട്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനകത്ത് നമുക്ക് പേര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഖുർആൻ എന്ന്. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനെ കുറിച്ച് പറയാണ്, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ കേട്ടാൽ, ഖുർആൻ ഓതപ്പെട്ടാൽ, വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഖുർആന്റെ ക്ലാസ് തുടങ്ങിയാൽ, ഖുർആൻ ചർച്ച ചെയ്താൽ, ഫസ്തമിഉ ലഹു, നല്ലതുപോലെ ചെവി കൊടുത്ത് നിങ്ങളത് കേൾക്കണേ. വഅൻസിതു, നിശബ്ദരായിരിക്കണേ. ലഅല്ലകും തുർഹമൂൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യും. അല്ലാഹു നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ അല്ലാഹ് ഇവിടെ വെച്ച ഉപാധി എന്താ? വെറുതെ കരുണ കിട്ടൂല.
അള്ളാഹ് ഇവിടെ വെച്ച ഉപാധി എന്താണ്? وإذا قرئ القرآن فاستمعوا له وأنصتوا. ഖുർആൻ ഓതുമ്പോൾ കേട്ട് നല്ലപോലെ കേൾക്കണം. വെറുതെ കേട്ടാ പോരാ, കേട്ട് മിണ്ടാണ്ടിരിക്കണം. അത് ചെവി കൊടുത്ത് കേൾക്കണം, ചെവി കൊടുത്ത് കേൾക്കണം. നമ്മൾ കാറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ റെക്കോർഡിടും കാറിലൂടെ. പക്ഷേ നമ്മളവിടെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഏറ്റവും വലിയ തെറ്റ്, റഹ്മത്ത് നമുക്ക് നഷ്ടപ്പെടും. കല്യാണ വീടുകളിൽ ഖുർആനിൻ്റെ കാസറ്റ് ഇടും, ഭയങ്കരമായ ഖിറാഅത്ത് നടക്കും. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചർച്ചകൾ നടക്കും, ഖുർആൻ കേൾക്കാൻ ആരുമില്ല. ഏറ്റവും വലിയ തെറ്റ്, റഹ്മത്ത് അവിടെ നമുക്ക് നഷ്ടപ്പെടും. ഖുർആൻ ശപിക്കും, ഖുർആൻ ശപിക്കും. മന്ദല്ലദി യഖറഉൽ ഖുർആൻ വഹുവ യൽഅനുഹു. ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, പക്ഷേ ആ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഖുർആൻ ഇങ്ങനെ ആൾ ഓതും, ഖുർആനിൻ്റെ ഉത്തരവാദിത്തങ്ങളോ നിർവഹിക്കാതെ, ഖുർആനുമായി ബന്ധമില്ലാതെ, ഖുർആനിൻ്റെ തജ്വീദ് നിയമങ്ങൾ അഹ്കാമുകളൊന്നും നോക്കാതെ അവനിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ ഖുർആൻ ഇങ്ങനെ റെക്കോർഡിടും, ആ ഖുർആൻ ആരും കേൾക്കാനില്ല, വെറുതെ അവിടെ സംസാരങ്ങളിൽ കഴിഞ്ഞുകൂടും. ആ ഖുർആൻ അവനെയും ആ കൂട്ടരെയും ശപിച്ചുകൊണ്ടിരിക്കും. കാരണം ഖുർആൻ കേൾക്കാൻ ആരുമില്ല, ഖുർആൻ കേൾക്കാൻ ആരുമില്ല. അതിങ്ങനെ റെക്കോർഡ് നടത്തി ഓതിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വലിയൊരു പരിപാടി നടക്കുന്നു, കല്യാണ സദസ്സ് അല്ലെങ്കിൽ മറ്റേതോ ഒരു സദസ്സ്, അവിടെ ഭയങ്കരമായിട്ട് ഖുർആനിൻ്റെ റെക്കോർഡ് ഇടപ്പെടുന്നു. പക്ഷേ ആരും ആ ഖുർആൻ കേൾക്കുന്നില്ല. അവിടെ റഹ്മത്ത് കിട്ടൂല, ശാപമാണ് ഇറങ്ങുന്നത്, ശാപമാണ് ഇറങ്ങുന്നത്. ആരെങ്കിലും എന്താ ചിന്തിക്കാത്തത്? ഞാൻ ഖുർആൻ കൊണ്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് വേറെ ചർച്ചയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. ഖുർആനിന് അല്ലാഹു തആല നൽകുന്ന പേരാണ് ഖുർആൻ എന്ന്. ഷഹ്റു റമളാൻ الذي أنزل فيه القرآن. റമളാൻ മാസത്തിലാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. അതിന് അല്ലാഹു തആല പേര് നൽകി അൽ ഖുർആൻ. അല്ലാഹു അതിന് പേര് നൽകിയത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പേര് നൽകിയത്. ആ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ മിണ്ടാണ്ടിരിക്കണം, കേൾക്കണം. ഇതാണ് ഖുർആനോടുള്ള അദബ്. ഇന്ന് ഇത് ഓതപ്പെടുന്ന സമയത്ത് അത് കേൾക്കാനും അതിനെ ശ്രവിക്കാനും അതിനെ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകാതെ വരുന്നത് കൊണ്ടാണ് ആ ഖുർആന്റെ ശാപം നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ, സദസ്സിലിറങ്ങുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന, ദുആ ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിനും കബൂലിയത്ത് ഉണ്ടാകാത്തതിൻ്റെ കാരണം അതാണ്. നമ്മൾ ചിന്തിച്ചോളി. അതിൻ്റെ കാരണം ഖുർആൻ പറഞ്ഞ വാക്കാണ്, ലഅല്ലക്കും തുർഹമൂൻ. അമറല്ലാഹു തആല عند تلاوة القرآن إعلاما واحتراما ولعلها منجية أن يرحمها. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ആദരവോടെ, ബഹുമാനത്തോടെ നിങ്ങൾ ആ പരിശുദ്ധമായ ഖുർആനിനെ നല്ലവണ്ണം കേൾക്കണേ. നല്ലപോലെ കേൾക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രവിക്കണം. എന്നാൽ മാത്രമേ അള്ളാഹു ആ ഖുർആൻ കൊണ്ട് നമുക്ക് റഹ്മത്ത് ചെയ്യൂ. ഇല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യൂല, ശാപമായിരിക്കും പിന്നെ ഉണ്ടാവുക. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാട്ടെ. അതുകൊണ്ട് റഹ്മത്ത് ഉണ്ടാകണമെങ്കിൽ ഖുർആൻ നല്ലപോലെ കേൾക്കണം നിങ്ങൾ സുഹൃത്തുക്കളെ. അതിന് ഖുർആനാണ് നമുക്ക് മറുപടി നൽകുന്നത്. ഖുർആൻ കൊണ്ട് തന്നെ മറുപടി. അതേപോലെ അള്ളാഹു ഖുർആനിന് അടുത്ത നൽകുന്ന പേര് അദ്ദിഖർ. അദ്ദിഖർ ഖുർആന്റെ പേരാണ് ദിക്ർ. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്ർ, ഈ ഖുർആനിനെ നാം ഇറക്കി. വഇന്നാ ലഹു ലഹാഫിളൂൻ, നാം അതിനെ സംരക്ഷിക്കും. നാം സംരക്ഷിക്കും. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. പരിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. ഒരു ഹാഫിളിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. ഖുർആൻ മനപ്പാഠം ചെയ്തവനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ സംരക്ഷിക്കേണ്ട ചുമതല അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. ആരെല്ലാം ഖുർആനിനെ കത്തിച്ച് കളഞ്ഞാലും
ഖുർആനിനെ ആര് ഏത് ഗവൺമെന്റ് ബാൻ ചെയ്താലും ആരുടെ കൽബിന്റെ ഉള്ളിലാണോ ആ ഖുർആൻ ഒളിച്ചിരിക്കുന്നത്, ആ ഖുർആനിനെ തുടച്ചു നീക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ആസാൻ നഹി മിട്ടാന നാമോ നിഷാൻ ഹമാര. നമ്മുടെ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ അടയാളം ഒരാൾക്കും വളരെ പെട്ടെന്ന് തുടച്ചു നീക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഈ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയെങ്കിൽ ആ ഖുർആനിനെ സംരക്ഷിക്കേണ്ടതും സഹായിക്കേണ്ടതുമായ ബാധ്യത അള്ളാഹ്ക്കുള്ളതാണ്. അപ്പൊ അവിടെ അവൻ ഖുർആൻ കത്തിച്ചു, ഇവിടെ ഖുർആൻ കത്തിച്ചു, അതുകൊണ്ട് നമുക്കെന്ത് പ്രശ്നം? ഖുർആൻ കത്തിച്ചുകൊണ്ട് നമുക്കെന്ത് പ്രശ്നം? ഖുർആന് വല്ല കുറവ് വരുന്നോ? ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കിൻ. ഇന്നിപ്പോൾ ഒരു ഗവൺമെന്റ് ഈ ഖുർആൻ മേലാൽ ഒരാളും പള്ളിയിൽ ഖുർആൻ എടുത്തു പോകരുത്, ഖുർആൻ ഓതി പോകരുത് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും ബാൻ ചെയ്ത് എല്ലാം കത്തിച്ചു കളയണം എന്നൊരു തീരുമാനമെടുത്താൽ ഖുർആൻ ഇല്ലാതാവുമോ? ആകുമോ? ആകുമോ സുഹൃത്തുക്കളെ? കാരണം എന്താണ്? എത്രയോ ഹാഫിളീങ്ങൾ അത് ഖൽബിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു കഴിഞ്ഞു. ഇനി അത് എഴുതി നമുക്കുണ്ടാക്കാം, നമുക്കത് ഓതി പൂർത്തിയാക്കാം. എന്നാൽ നമുക്ക് ഏതെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഒരു മതക്കാരുടെ ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് ചോദിച്ചു നോക്കി, നിങ്ങൾക്കിത് കാണാപ്പാടം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കി. സംസ്കൃതം ചോദിച്ചു നോക്കി, ബൈബിള് ചോദിച്ചു നോക്കി, ജൂതന്മാരുടെ ചോദിച്ചു നോക്കി, ഗ്രന്ഥങ്ങൾ എടുത്ത് വെച്ച് ചോദിച്ചു നോക്കി, ഇത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല അവഗാഹമുണ്ടോ എന്ന്. 5 വയസ്സായ കുട്ടികൾ മുതൽ പരിശുദ്ധമായ ഖുർആനിനെ ഓതി നമുക്ക് കേൾപ്പിച്ചു തരും. 5 വയസ്സായ കുട്ടികൾ മുതൽ പരിശുദ്ധ ഖുർആനിനെ നമുക്ക് ഓതി കേൾപ്പിച്ചു തരും, മനപ്പാഠം ചെയ്തവർ. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ 5 വയസ്സാകുമ്പോഴേ ആദ്യമായി പഠിപ്പിക്കുന്നത് കുട്ടികളെ ഖുർആനാണ്. 8 വയസ്സാകുമ്പോൾ ഹാഫിളായി, 9 വയസ്സാകുമ്പോൾ ഹാഫിളായി. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല 9 വയസ്സിൽ ഹാഫിളായി. മൊഹീദ്ദീൻ ശേഖ് റളിയല്ലാഹു തആല ചെറുപ്പത്തിൽ ഹാഫിളായി. 10 വയസ്സിനുള്ളിൽ 12 വയസ്സിനുള്ളിൽ ഹാഫിളായി. എത്ര മഹാന്മാരൊക്കെ ചെറുപ്പത്തിലെ ഹാഫിളീങ്ങളായി. നമ്മുടെ മക്കളെ 5 വയസ്സാകുമ്പോൾ നമ്മൾ ABCD A ഫോർ ആപ്പിൾ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുന്നത്. A ഫോർ അല്ലാഹ് എന്ന് പഠിപ്പിക്കാൻ നമ്മൾക്ക് തയ്യാറാവുന്നില്ല, അതിന് കൊണ്ടുപോകില്ല. 5 വയസ്സായ കുട്ടിക്ക് പാട്ട് പാടാനുള്ള നല്ല പ്രാവീണ്യമുണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക്, മുസ്ലിം കുട്ടികൾക്ക്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കി, പട്ടുറുമാലെടുത്ത് നോക്ക്. 5 വയസ്സായ കുട്ടി, 6 വയസ്സായ കുട്ടി നല്ല സ്വരമാധുര്യത്തോടുകൂടി താളാത്മകമായ നിലയിൽ അവൾ പാട്ട് പാടും. കാണാതെ പാടും. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഏത് പാട്ട് വേണം നിങ്ങൾ ചോദിച്ചു നോക്കി, അതെല്ലാം അവർ കാണാതെ അവർ പാടും. എന്നാൽ ആ കുട്ടിയോടൊരു സൂറത്ത് ചോദിച്ചു നോക്കി, കാണാതെ ഓതോ സുഹൃത്തുക്കളെ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുട്ടികൾ, 5 വയസ്സായ കുട്ടികൾക്ക് 10 സൂറത്ത് അറിയാവുന്ന ഏതെങ്കിലും കുട്ടിയുണ്ടോ? തള്ളമാര് കൈപൊക്ക്, തന്തമാര് കൈപൊക്ക്. രണ്ട് പെണ്ണും ഒരാണും കൈവക്കിയിട്ടുണ്ട്. ഗൾഫിലാണോ വിദേശത്താണോ? നാട്ടിൽ തന്നെ അൽഹംദുലില്ലാഹ്. വലിയ 5 വയസ്സ് പഠിപ്പിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹ് ബർക്കത്ത് ആ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, ഹാഫിളീങ്ങളാക്കട്ടെ, ഹാഫിളാത്തുകളാക്കട്ടെ. 3 പേര്, 2 പെൺകുട്ടി, 2 പെണ്ണുങ്ങൾ, ഒരാണ്. എന്നാലും അതൊരു ന്യൂനപക്ഷ അല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തത്? അതൊരു ന്യൂനപക്ഷ അല്ലേന്ന്? മതിയോ? നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതിയോ? നമ്മുടെ കുട്ടികൾ 5 വയസ്സായ ഒരു മോളെ വിളിച്ച് കൂട്ടി ഇരുത്തിയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് ഓതൂലേ അബീവേ? പക്ഷെ നമ്മൾക്ക് അതിന് സമയമില്ല. നമ്മൾ പ്രാമുഖ്യം നൽകുന്ന ഏതിനാണ്? പാട്ട്. 5 വയസ്സായ കുട്ടികൾ എത്ര പാട്ട് ഞാൻ കേൾപ്പിച്ചുതരാം. 6 വയസ്സായ കുട്ടികൾ പാടുന്ന പാട്ട് കേൾപ്പിച്ചുതരാം. എന്ത് നല്ല പാട്ട്! 6 വയസ്സായ കുട്ടികൾ, കൊച്ചു കുട്ടികൾ. നിങ്ങൾ ഞാൻ എന്തിനു കേൾപ്പിക്കുന്നത്? ഇന്നത്തെ കാലം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് യൂട്യൂബിൽ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ആ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഖുർആൻ പഠിപ്പിക്ക്. 5 വയസ്സ് മുതൽ ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്ക്. ഈ മോൻ 8 വയസ്സാകുമ്പോൾ ഖുർആൻ. ഈ കുട്ടി ഹാഫിളായ ഉണ്ടല്ലോ, ബുദ്ധി വികസിക്കും, ഭയങ്കരമായ ബുദ്ധിയായി മാറും. അള്ളാഹു അതിൽ വലിയ ബുദ്ധി വെച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഖുർആൻ പഠിച്ചാല്. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനോടുകൂടി ആ കുട്ടിയെ സംരക്ഷിക്കും. വല്ലാഹി സംരക്ഷിക്കും. ഖുർആൻ ആരുടെ ഖൽബിലുണ്ടോ അള്ളാഹു അവരെ സംരക്ഷിക്കും. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ്സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിച്ചവരെ, സ്വാലിഹീങ്ങളെ, ഹാഫിളീങ്ങളെ സംരക്ഷിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞ വാക്കാണ്. നമ്മളിവരെന്തിനാ പേടിക്കുന്നത്?
ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ്സാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, യോ ഒന്നും പറയല്, അത് ശൈത്താൻ വന്ന് യശി വന്ന് ഇറങ്ങി കത്തിച്ച് കളയും, ചാമ്പലാക്കി കളയും, അങ്ങനെയൊന്നും പറയല്, അവരെ കുറ്റം പറഞ്ഞത് ഇവരെ കുറ്റം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അള്ളാഹു തആല ഇറക്കിയ ആയത്താണ്, സാലിഹീങ്ങളെ ഒന്നും ഒന്നും ചെയ്യൂല, ഒരു ശൈത്താനും ഒരു യക്ഷിയും ഒരു നാഗവല്ലിയും ആരും ഒന്നും ചെയ്യൂല, അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാകും എന്ന് വിശ്വസിക്കണം. അതേപോലെ ഖുർആൻ പഠിച്ചവരെ അള്ളാഹ് സഹായിക്കും, അത് നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മുടെ മക്കളെ നിങ്ങൾ ഹാഫിളുകളാക്കിയോ, പേടിക്കണ്ട, അള്ളാഹ് സഹായിക്കും. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, നാമാണ് അതിനെ സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് നൽകിയ രണ്ടാമത്തെ പേരെന്താണ്? എന്താണ്? ഉറക്കെ പറ. ദിക്ർ. അത് ദിക്ർ. എന്താ ഉറക്കെ പറയാത്തെ? ഖുർആൻ പഠിക്കാൻ വന്നതല്ലേ. രണ്ടാമത്തെ പേര് ഖുർആനിൽ മാത്രമല്ല, രണ്ടാമത്തെ പേര് അദ്ദിക്ർ, മൂന്നാമത്തെ പേര് അൽ കിതാബ്. മനസ്സി സൗണ്ട് കൂടെ വേണം. എന്താണ് സൗണ്ട്? കുറച്ച് സൗണ്ട് കൂടി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു റാഹത്ത്. ഇനി 2 ട്രിപ്പ് ഇത് വെക്കണം കേട്ടോ, അടുത്ത പ്രാവശ്യം. ഈ ഫീഡ്ബാക്ക് ഒന്ന് ഇങ്ങോട്ടൂടെ, എനിക്ക് 2 ഒരു സൈഡ്. ഇച്ചിരി സൗണ്ട് കുറവ്. നീ കഴിഞ്ഞ പ്രാവശ്യം നല്ല റാഹത്തായിരുന്നു, ഈ പ്രാവശ്യം എന്തോ കുഴപ്പം, സൗണ്ട് കൂട്ടപ്പോ. മൂന്നാമത് നമ്മൾക്ക് ഖുർആനിന് അല്ലാഹു തആല നൽകുന്ന പേര് കിതാബ്. എന്താ പറഞ്ഞേ? കിതാബ്. അലിഫ് ലാം മീം. അടുത്ത ആയത്തോത് അതിന് കുറച്ച് മതി, മൊത്തം ഓതി തീർക്കല്ലേ, ഫുൾ ഓതി തീർക്കരുത്. നമുക്ക് ആ ഒരു ഒറ്റ ആയത്, ഈ പേര് വരുന്ന മാത്രം ഓതിയാൽ മതി. അലിഫ് ലാം മീം ദാലികൽ കിതാബ്. അല്ലാഹു ഖുർആന്റെ പേരിട്ട് എന്താണ്? അൽ കിതാബ്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹ്. പേടിക്കണ്ട, സംശയമേ വേണ്ട. ഈ ഗ്രന്ഥം ഇത് സംശയം വേണ്ട, ഒരിക്കലും സംശയം വേണ്ട. അതഅമുറൂന അന്നാസ ബിൽ ബിർ وتنسون أنفسكم وأنتم تتلون الكتاب. നിങ്ങൾ നന്മ ഉപദേശിക്കുന്നു, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകുന്നു. എന്നെക്കുറിച്ചുള്ള ആയത്താണ്. നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ഉപദേശിക്കുന്നു, പക്ഷേ സഹോദരാ നിന്റെ സ്വഭാവത്തെ നീ മറന്നു പോകുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്. നിങ്ങൾ ഖുർആനോ ഓതുന്നവരാണ്, പാരായണം ചെയ്യുന്നവരാണ്. അഫലാ തഅഖിലൂൻ. നിനക്കെന്തേ ബുദ്ധി വെക്കാത്തത്? നിനക്കെന്തേ വിവരം വെക്കാത്തത്? അല്ലാഹ് ചോദിക്കാണ്, നമ്മളോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇതൊക്കെ ഖുർആൻ ഓതിയിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ്. അള്ളാഹ് പുറത്ത് തരട്ടെ ഉടച്ചോനെ. നമ്മളിതൊക്കെ പ്രസംഗം മാത്രമല്ലേ ഉള്ളൂ, പ്രവൃത്തിയില്ല. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ ഉസ്താദന്മാരെ നോക്കി പറയുന്ന ആയത്താ ഇത്. എന്നെ പോലുള്ളവരെ നോക്കിയിട്ട് പറയാണ്, ജനങ്ങൾക്ക് നിങ്ങൾ ഉപദേശം കൊടു, എന്നിട്ട് നിന്നെ കുറിച്ച് നീ മറന്നുപോയി. നിങ്ങൾ ഓതുന്നതോ അള്ളാഹുവിന്റെ കലാമാണ്, ഗ്രന്ഥമാണ്. അപ്പൊ അവിടെ അല്ലാഹു കിതാബ്, വഹാദാ കിതാബുൻ അൻസൽനാ. അതാ കിതാബ്, ഈ ഖുർആൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന് നൽകിയ പേരെന്താണിത്? എന്താ പറഞ്ഞ മൂന്നാമത്തെ പേര്? എത്ര പേരാ പറഞ്ഞ മൊത്തം? 1 2 3. പഠിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ ഖുർആൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഖുർആൻ ഇട്, നേരത്തെ പറയുന്ന മുസ്ഹഫ് ഇട്, അതൊരു ഏട്, അത് മുസ്ഹഫ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായിട്ട് പറയുന്നു പരിശുദ്ധമായ ഖുർആനിന് മൗഇളത്ത്. ഇതൊരു വലിയൊരു മൗഇളത്ത്, ഉപദേശമാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മിനല്ലാഹി
മൗഇള. ജനങ്ങളെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ഉപദേശം ഇതാ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു മൗഇളത്താണ്, ഒരു ഉപദേശമാണ് ഇതിനകത്തുള്ളത്. വലിയ ഉപദേശ നിർദ്ദേശങ്ങളാണ്. നമ്മളോടൊക്കെ അല്ലേ അള്ളാഹ് വിളിച്ചു ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, യാ അയ്യുഹർ റസൂൽ, ഏ പ്രവാചകരെ, യാ അയ്യുഹൻ നബിയു, ഏ നബിയേ. ഓരോരുത്തരും അള്ള വിളിച്ചു ചോദിക്കുകയാണ്. എല്ലാം അള്ള വിളിച്ചു ചോദിക്കുകയാണ്. ഉപദേശമാണിത്. قد جاءكم من الله قد جاءتكم موعظة من الله. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഉപദേശമാണ് ഇതാ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. മൗഇളത്താണ്. അപ്പൊ ഈ ഖുർആൻ നമ്മളിവിടെ ഉപദേശിക്കുന്നത് മൗഇളത്താണ്, ഈ ഒരു ഉപദേശം. അപ്പൊ ഖുർആൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ് ഈ ക്ലാസ്സിന് പേരിട്ടത്. മൗഇളത്താണ്, ഇവിടെ ഉപദേശമാണ്. ഇതൊരു വലിയൊരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഈ ഖുർആൻ നമുക്ക് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് അല്ലാഹു തആല ഒരു പേരിട്ടു, മൗഇളത്ത്. കലാമുള്ള, അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കലാം, അവന്റെ സംസാരം. കലാം എന്ന് പറയുമ്പോൾ അള്ളാഹു സംസാരിച്ചതിനാണ്, പരിശുദ്ധമായ ഖുർആനിനാണ് കലാമുള്ള എന്ന് പറയാ. വഇന്ന ഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുശ്രിക്കീങ്ങൾ വന്ന് നബിയെ അങ്ങയോട് അഭയം ചോദിച്ചാൽ അങ്ങ് അഭയം കൊടുക്കണം. ഉണ്ടോ? ഒരു ഹിന്ദു വന്ന് നമ്മളോട് അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണം. ഒരു ക്രിസ്ത്യാനി വന്ന് അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണം. ഒരു ജൂതൻ വന്ന് നമ്മളുടെ അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണം. فأجره حتى يسمع كلام الله. അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നതിനുള്ള അവസരം അവർക്ക് നിങ്ങൾ ഒരുക്കി കൊടുക്കണേ പ്രവാചകരെ. ഖുർആൻ കേൾക്കണം, അവരെയും വിളിക്കണം. ഖുർആൻ കേൾക്കാൻ ഹിന്ദുക്കളെ വിളിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. അവരും കേൾക്കട്ടെ എന്ന് ഖുർആൻ, അവരും കേൾക്കട്ടെ ഹദീസ്, അവരും കേൾക്കട്ടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ. മനസ്സിലായില്ല? അവരും കേൾക്കണ്ടേ എന്താണ് ഈ ഖുർആൻ പറയുന്നത്. ഈ ഖുർആനകത്ത് വെട്ടണം കുത്തണം എന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്. അത് തെറ്റിദ്ധാരണയ്ക്ക് പരിഹാരമുണ്ട്. വാ ഖുർആൻ വാ, പഠിക്ക്, ഇരിക്ക്. فأجره حتى يسمع كلام الله. അള്ളാഹുവിന്റെ കലാം അവർക്ക് കേൾപ്പിക്കാൻ വേണ്ടി അവർക്ക് നിങ്ങൾ അഭയം കൊടുക്കണേ പ്രവാചകരെ. പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന് വഴികാട്ടിയാണ്, മാനവ സമൂഹത്തിന്റെ ദൃഷ്ടാന്തമാണ്. അത് ഒരിക്കലും ഒരു പ്രകോപനമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നും ആ ഖുർആനിൽ ഒരു വാക്ക് പോലും പഠിപ്പിക്കുന്നില്ല. അവർക്ക് അഭയം കൊടുക്കുക, അവരെ സംരക്ഷിക്കുക, സഹായിക്കുക എന്നൊക്കെയാണ് നല്ല വർത്തമാനങ്ങളാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട പേരാണ് കലാമുല്ലാഹ്. അല്ലാഹുവിന്റെ കലാം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാം. പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്, അള്ളാഹു തന്നെയാണ് ഖുർആനിന് പേര് അള്ളാഹു ഇട്ടേക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് നമുക്കതിന് പരിശുദ്ധമായ ഖുർആനിൽ പേരിട്ട്. മക്കയ്ക്ക് പല പേരുകളുണ്ട്. മക്കയ്ക്ക് നമ്മൾ മക്ക എന്നല്ലേ പിടിച്ചിട്ടുള്ളൂ അല്ലേ? മക്കയ്ക്ക് എത്ര പേരുണ്ടെന്നറിയോ? എത്ര പേരുണ്ട്? ആകെ നമുക്കറിയാവുന്ന മക്ക എന്ന് മാത്രമാണല്ലേ? അല്ല, ഒരുപാട് പേരുണ്ട്. മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, ബൈത്തുള്ള, കാബത്തുള്ള, ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അന്നേരം അങ്ങോട്ട് കയറാം. നമ്മളെല്ലാം പഠിക്കണം. എത്രയോ ജനങ്ങളെ നാളെ ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ നിർത്തപ്പെടുന്ന ദിവസം എന്ന ആയത്ത് വന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഓതാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് ഓതാൻ പറ്റുന്നില്ല, വരുന്നില്ല. നിർത്തി, കരച്ചിലൂടെ കരച്ചില്, കരയാണ്. പിന്നെ ഓതാൻ നിർത്തി അവിടെ. പിന്നെ അടുത്ത ആയത്ത് ഓതാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. ആണ് എന്താ സംഭവം? യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിൽക്കണമല്ലോ, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിർത്തപ്പെടുമല്ലോ, ഞാൻ റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ. അപ്പോൾ നീ ചെയ്തത് എന്തെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും അതിന് മറുപടി പറയുക?
അള്ളാന്റെ അടുക്കൽ നിൽക്കും എന്ന ഒരു ചിന്ത എനിക്കോ നമുക്കോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഈ തെറ്റ് ചെയ്യുമോ? നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ഹബീബേ. സ്വഹാബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിട്ട് കരഞ്ഞത്. അടുത്ത ആയത്ത് ഓതാൻ കഴിയുന്നില്ല. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് ഗദ്ഗദത്തോടുകൂടി വിങ്ങിപ്പൊട്ടുകയാണ് അദ്ദേഹം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിങ്ങിപ്പൊട്ടുകയാണ്, പറ്റുന്നില്ല. മറ്റൊരു ദിവസം അദ്ദേഹം ഒരു ആയത്ത് ഓതിയിട്ട് കരഞ്ഞുപോയി. വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ. നാളെ അവിടെ ചെല്ലുമ്പോൾ, ആഖിറത്തിലെത്തുമ്പോൾ ആഗ്രഹമുള്ളതും നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് അവിടെ കിട്ടുമോ? നമ്മുടെ ആഗ്രഹത്തിന് തിരശീല വീഴുന്ന ഒരു ദിവസം വരും. നമ്മുടെ തിരശീല വീഴുന്ന ഒരു ദിവസം വരും. ഇത് കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. മായുബ്കീക, സ്വഹാബത്ത് ചോദിച്ചു, മായുബ്കീക യബ്ന ഉമർ, ഉമറെ എന്തേ നിങ്ങൾ കരയുന്നത്? ഫദകർതു ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഈ ആയത്ത് ഞാൻ ഓതി, ഞാൻ ചിന്തിച്ചു പോയി, പടച്ച റബ്ബേ, നാളെ മഹ്ശറയിൽ ആരുടെയും സഹായമില്ലാത്ത ഒരു ദിവസത്തിൽ നാളെ നമ്മൾ നിന്ന് അവിടെ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോ അല്ലാഹ് നമ്മെ സഹായിക്കാൻ ആരാണ് അവിടെ ഉള്ളത്? ആരൊക്കെ ആഗ്രഹിക്കുന്നോ, ആഗ്രഹിച്ചവരുടെ ആഗ്രഹം ലഭ്യമാകാതെ പോകുന്ന ഒരു ദിവസം അവിടെ ബ്ലോക്ക് ചെയ്യും, ബാൻ ചെയ്യും, കിട്ടൂല. അത് പറയാനുള്ള കാരണം എന്നറിയോ? ഒരു ദിവസം അദ്ദേഹം തണുത്ത വെള്ളം കുടിച്ചു എന്നിട്ട് കരഞ്ഞു. ഈ ആയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു. നാളെ ആഖിറത്തേക്കുമ്പോൾ ഒരു തണുത്ത വെള്ളത്തിന് വേണ്ടി നരകാവകാശികൾ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ആ നരകാവകാശികൾ ആഗ്രഹിക്കുന്നത് തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളമല്ലാത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട, വെള്ളം താ അല്ലാഹ്. അതാണ് ആഗ്രഹം. തണുത്ത വെള്ളമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ആ കൊടും ചൂടിൽ കിടന്ന് ഉരുകുമ്പോൾ അവർ ചോദിക്കുന്നത് അതാണ് അവർ ചോദിക്കുന്നത്, തണുത്ത വെള്ളം താ അല്ലാഹ്. അപ്പൊ ഈ തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ആര് ഓർത്തു? ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഓർത്തു, പടച്ചവനെ, നാളെ മലക്കുകളുടെ മുന്നിൽ ഈ നരകാവകാശികൾ ചോദിക്കൂലേ? അഫീളു അലൈനാ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരണേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ വിളിക്കുന്ന വിളിയാണ്. സ്വർഗാവകാശികളോട് നരകാവകാശികൾ ചോദിക്കും, ഡേയ് കുറച്ച് വെള്ളം താ. നമ്മൾ വിചാരിക്കില്ല മരിച്ചു കഴിഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റൂല. സ്വർഗാവകാശികളെ നരകാവകാശികൾക്ക് കാണാം, നരകാവകാശികളെ സ്വർഗാവകാശികൾക്ക് കാണാം. അപ്പൊ അതാണ് സ്വർഗാവകാശികളോട് ഇവർ ചോദിക്കുന്ന ചോദ്യമാണ്. നരകാവകാശികൾ ചോദിക്കും, അന്നഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്ന വാക്കാണ്. വനാദാ അസ്ഹാബുൻ നാർ അസ്ഹാബൽ ജന്ന അന്നഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നരകാവകാശികൾ സ്വർഗാവകാശികളെ നോക്കിയിട്ട് ചോദിക്കും, സ്വർഗാവകാശികളെ, അല്പം വെള്ളം തരൂ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഭക്ഷണത്തിൽ നിന്ന് അല്പമെങ്കിലും ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുവോ? നരകാവകാശികൾ വർഷങ്ങളോളം ചോദിക്കുമ്പോ സ്വർഗാവകാശികളുടെ മറുപടി എന്തെന്നറിയോ? ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അല്ലാഹു ഇത് രണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അല്ലാഹു ഹറാമാക്കി. വെള്ളവും തരാൻ പറ്റൂല, ഭക്ഷണവും തരാൻ പറ്റൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആരുമില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ്.